ഓക്കെ, നമ്മളിപ്പോ റിവാലുവേഷൻ അക്കൗണ്ട് ആണ് പഠിച്ചത്. റിവാലുവേഷൻ അക്കൗണ്ടിന്റെ അഡ്മിഷന്റെ കേസാണ് പഠിച്ചത്. അല്ല, എങ്ങനെ റിവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കാം, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, അതുപോലെ ലാസ്റ്റത്തെ വൺ ന്യൂ ബാലൻസ് ഷീറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അല്ലെ, ഏതെങ്കിലും ഒരെണ്ണം എഴുതാനാണല്ലോ വരാം അല്ലെ, രണ്ടെണ്ണത്തില്. അപ്പൊ അതിൽ ഒന്നാമത്തെ റിവാലുവേഷൻ ആണ്, മനസ്സിലായി. റിവാലുവേഷന്റെ അഡ്മിഷന്റെ കേസാണ്, പ്രവേശനാണ് ചോദിച്ചത്. ചിലപ്പോൾ ഇപ്രാവശ്യം എന്ത് ചോദിക്കാം, റിട്ടയർമെന്റ് ചോദിക്കാം. അപ്പൊ പ്രവേശനം പഠിച്ചു വെക്കാം. അത് കൂടാണ്ട് കൂടുതൽ കുറച്ച് ഇമ്പോർട്ടൻസ് എന്തിനു കൊടുക്കാം, റിട്ടയർമെന്റിനും കൂടി കൊടുക്കാം. ഓക്കെ, അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ 18ാമത്തെ ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? 18ാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഹരിയും സുരേഷും 3:2 എന്ന അനുപാതത്തിൽ ലാഭനഷ്ടം പങ്കിടുന്ന പങ്കാളികളാണ്. 2024 മാർച്ച് 31 അവരുടെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, താഴെ പറയുന്ന നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ 2024 മാർച്ച് 31 സ്ഥാപനം പിരിച്ചുവിട്ടു. അപ്പൊ എന്താ, സ്ഥാപനം നിർത്താണ് അല്ലെ, പിരിച്ചുവിടാണ്. ഡിസൊല്യൂഷൻ അല്ലെ, ഏറ്റവും ലാസ്റ്റത്തെ ചാപ്റ്റർ, പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും ലാസ്റ്റത്തെ ചാപ്റ്റർ ഡിസൊല്യൂഷന്റെ ചാപ്റ്റർ ആണ്. അപ്പൊ പിരിച്ചുവിടുമ്പോ നമ്മൾ എന്ത് അക്കൗണ്ട് തയ്യാറാക്കാം, റിയലൈസേഷൻ അക്കൗണ്ട്. ഇവിടെ റിയലൈസേഷൻ അക്കൗണ്ട് ആണെന്ന് മനസ്സിലാക്കാം, ഡിസൊല്യൂഷൻ ആണ്. അല്ല, ഒന്നാമത് എന്താ പറയണേ, ഇൻവെസ്റ്റ്മെന്റ് 13,000 രൂപയ്ക്ക് ഹരി ഏറ്റെടുക്കുന്നു. അപ്പൊ എന്താ, നമ്മൾ പറഞ്ഞു ആസ്തികൾ പാർട്ട്നേഴ്സ് ഏറ്റെടുക്കാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ വിറ്റില്ല, ആ ഇൻവെസ്റ്റ്മെന്റ് ആരെടുക്കാന്ന് ഏറ്റെടുത്തു, 13,000 രൂപയ്ക്ക് ഹരി ഏറ്റെടുത്തോളാൻ തീരുമാനിച്ചു. മറ്റ് ആസ്തികൾ വിറ്റ തുകയാണ് സ്റ്റോക്ക് 16,000 രൂപയ്ക്ക്, ഡെപ്റ്റേഴ്സ് 27,000, ഫർണിച്ചർ 38,000, മെഷീനറി 82,000. ഓക്കെ, പിന്നെ പറയുന്നത് റിയലൈസേഷന്റെ ചെലവ് 2,000 രൂപയാണ്. അപ്പൊ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടില്ല ആ ചെലവ് ആരാ കൊടുക്കണേന്ന്. അപ്പൊ അത് സാധാരണ എന്താ, സ്ഥാപനം തന്നെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവാം. എടുത്തു പറയാണ് റിയലൈസേഷന്റെ ചെലവ് ആര് കൊടുത്തു, പാർട്ട്നേഴ്സ് ആരെങ്കിലും കൊടുത്തു എന്ന് പറയുകയാണെങ്കിൽ അവിടെ എന്താ പറയാ, റിയലൈസേഷൻ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ജേർണലിൽ വരാം. മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞുതരാം, എഴുതുമ്പോ എങ്ങനെയാന്ന് പറഞ്ഞുതരാം ആ സമയത്ത്. പിന്നെ പറഞ്ഞത് ക്രെഡിറ്റേഴ്സിന് അവരുടെ കണക്കുകൾ തീർപ്പാക്കിയിട്ട് എത്ര കൊടുക്കണം, 42,000 രൂപ നൽകി. റിയലൈസേഷൻ അക്കൗണ്ട്, പങ്കാളികളുടെ മൂലധന അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് എന്നിവ തയ്യാറാക്കുക. സോ ഇവിടെ 3 അക്കൗണ്ട് തന്നെയാണ് റിയലൈസേഷന്റെ. ഏതൊക്കെയാ, റിയലൈസേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, പങ്കാളികളുടെ മൂലധന അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട്. അതായത് ഇവിടെ ബാലൻസ് ഷീറ്റ് ഇല്ല ഇനി, കാരണം എന്താ, നമ്മൾ പൂട്ടി പോവാണ്, ഇനി ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മുടെ എന്താ കാണിക്കേണ്ടത്, അവിടെ ക്യാഷ് അക്കൗണ്ട് കാണിക്കേണ്ടത് നമുക്ക്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കാം. സോ റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ എന്താ, പർട്ടിക്കുലേഴ്സ് എമൗണ്ട് ഫോർമാറ്റ്. ഇവിടെ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വസ്റ്റ്യൻ എടുക്കാം. ഞാൻ ഇവിടെ ഒരു ഫോർമാറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്വസ്റ്റ്യന്റെ ബാലൻസ് ഷീറ്റ് എടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടുത്തെ ബാധ്യതകളൊക്കെ എടുത്തിട്ട് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ബാധ്യതകളൊക്കെ എടുത്തിട്ട് എവിടെ എഴുതണം, ക്രെഡിറ്റ് സൈഡിലോട്ടും ഇവിടുത്തെ ആസ്തികളൊക്കെ എടുത്തിട്ട് എവിടേക്ക് എഴുതണം, ഡെബിറ്റ് സൈഡിലോട്ട് എഴുതണം. ഇവിടെ നോക്കി അങ്ങനെ ചെയ്തേക്കണേ, കണ്ടില്ലേ, ബാധ്യതകൾ എവിടെ എഴുതിക്കണേ, ഫസ്റ്റ് തന്നെ ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡിൽ. ഓക്കെ, അസറ്റ് ഒക്കെ എവിടെ എഴുതിക്കണേ, ഡെബിറ്റ് സൈഡിൽ. ആദ്യം തന്നെ ശ്രദ്ധിക്കുക, അങ്ങനെ എടുത്ത് എഴുതുമ്പോൾ കുറച്ച് കാര്യങ്ങൾ എഴുതാൻ പാടില്ല റിയലൈസേഷൻ അക്കൗണ്ടിൽ. അതെന്തൊക്കെ കാര്യങ്ങളാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. കുറച്ച് കാര്യങ്ങൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ കാണിക്കാൻ പാടില്ല. അതെന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഏതൊക്കെയാ, റിസർവ് എഴുതാൻ പാടില്ല. ഓക്കെ, റിസർവ് എഴുതാൻ പാടില്ല. നിങ്ങൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ റിസർവ് ഇല്ല ഇതില്. ഓക്കെ, ഇനി എന്താ പിന്നെ എഴുതേണ്ടത്, പിന്നെ മൂലധനം, ഇത് എഴുതാൻ പാടില്ല. റിസർവ്, മൂലധനം, ഈ പറഞ്ഞ മൂലധനം ഇതെടുത്ത് എഴുതാൻ പാടില്ല. അതുപോലെ തന്നെ എന്തെഴുതാൻ പാടില്ല, ഇനി ഇവിടെ തന്നിട്ടില്ല, ഇനി പാർട്ട്നേഴ്സ് ലോൺ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതും ബാധ്യതയിലാണല്ലോ വരാം. പാർട്ട്നേഴ്സ് ലോൺ തന്നിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ എഴുതാൻ പാടില്ല, റിയലൈസേഷൻ അക്കൗണ്ടിൽ എഴുതാൻ പാടില്ല. ഇതാണ് ബാധ്യതയുടെ സൈഡിൽ എഴുതാൻ പാടാത്ത കാര്യങ്ങൾ. ഇനി അസറ്റിൽ എഴുതാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്, ബാധ്യതയുടെ സൈഡിൽ നിന്ന് എടുത്ത് എഴുതുമ്പോൾ. ഇനി ആസ്തികളുടെ സൈഡിലാണെങ്കിൽ ക്യാഷ് എഴുതാൻ പാടില്ല. ക്യാഷ് എന്നോ ബാങ്ക് എന്നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്യാഷ് ബാങ്ക് എന്നോണ്ട് എമൗണ്ട് തരാറില്ലേ, അത് എഴുതാൻ പാടില്ല. പിന്നെ പിന്നെ ഇവിടെ വേറെ ഒന്നുമില്ല. പിന്നെ പ്രത്യേകം വേറെ വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ലാഭനഷ്ട അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ തരും. അസറ്റിന്റെ സൈഡിൽ വന്നിട്ടുണ്ടാവും. ഇവിടെ ലാഭനഷ്ട അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വിചാരിക്കും ഒരു 5,000 രൂപ അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു ആസ്തികളുടെ സൈഡിലാണ് ലാഭനഷ്ട അക്കൗണ്ട് എന്നിട്ട് തരാണെങ്കിൽ ആ തുക എന്താണ്, നമുക്ക് ലോസ് ആണ്, നഷ്ടമായിട്ടാണ് കണക്കാക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അത് ബാധ്യതയുടെ സൈഡിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും, നമുക്ക് ലാഭമായിരിക്കും, പ്രോഫിറ്റ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് രണ്ട് ഭാഗത്ത് വന്നാലും ഇത് രണ്ടും എവിടേക്ക് എടുത്ത് എഴുതാൻ പാടില്ല, റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് എടുത്ത് എഴുതാൻ പാടില്ല. ബാക്കിയുള്ളതാണ് എവിടെ എഴുതേണ്ടത്, റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് എടുത്ത് എഴുതേണ്ടത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ബാക്കി എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഏത് എഴുതണ്ടേ, ഇങ്ങോട്ട് എടുത്തിട്ട് ക്രെഡിറ്റ് സൈഡിൽ എടുത്തിട്ട് ഈ ക്രെഡിറ്റേഴ്സ് എഴുതണം ഇവിടെ നിന്ന്. ബാക്കിയൊന്നും എഴുതാൻ പാടില്ല, സോറി, റിസർവ് എഴുതാൻ പാടില്ല. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എഴുതാം 10,000. അപ്പൊ രണ്ട് കാര്യങ്ങളെ ഇപ്പുറത്തെ സൈഡിലോട്ട് വരല്ലോ. ഇതേ ക്രെഡിറ്റേഴ്സ് 50,000, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 10,000. ഇപ്പൊ ഈ ഭാഗം നോക്കരുത് കേട്ടോ, ഈ ഭാഗം ഇത്ര എഴുതി. അപ്പൊ ബാധ്യത എഴുതി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം, അസറ്റ് എഴുതണം. ഈ സൈഡിൽ നിന്ന് അസറ്റുകൾ ഇപ്പുറത്തേക്ക് എടുത്ത് എഴുതാം. അസറ്റ് ഏതാ,
സ്റ്റോക്ക് ഉണ്ട്, ഡെപ്റ്റേഴ്സ് ഉണ്ട്, ഫർണിച്ചർ ഉണ്ട്, മെഷീനറി ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ക്യാഷ് എഴുതാൻ പാടില്ല. അപ്പൊ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഇങ്ങോട്ട് എടുത്ത് എഴുതാം. സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ഫർണിച്ചർ, മെഷീനറി, ഇൻവെസ്റ്റ്മെന്റ്. കണ്ടില്ലേ, ആ സെയിം തുക തന്നെ, ക്വസ്റ്റ്യനിൽ തന്ന സെയിം തുക തന്നെ എന്ത് ചെയ്യാം, എടുത്തെഴുതാം. ഇവിടെ വരെ എഴുതി. ഇതിപ്പോ നോക്കല്ലേ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ അക്കൗണ്ടാ. ഇനി നമ്മൾ എഴുതിയത് നോക്കാം, എഴുതിയ ഭാഗം വീണ്ടും നമ്മൾ എന്ത് ചെയ്യാൻ, ഇപ്പൊ നമ്മൾ എന്താ ചെയ്തെന്നറിയോ, ഇവിടെ വരെ, ഇതിന്റെ ഇവിടെ വരും, ഇതിന്റെ ഇതിന്റെ ആണെങ്കിൽ ഇവിടെ വരും. എന്താ ചെയ്തതെന്നറിയോ, എത്ര നമ്മുടെ സ്ഥാപനം പൂട്ടാൻ പോവാണല്ലോ. സോ പൂട്ടാൻ പോണ സമയത്ത് നമ്മുടെ സ്ഥാപനത്തിൽ എത്ര അസറ്റ് ഉണ്ട്, എത്ര ലൈബിലിറ്റീസ് നിൽക്കുന്നുണ്ട്, ഇതാണ് നമ്മൾ ഇപ്പൊ ആദ്യം കാണിച്ചത്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകണ്ടറിയോ, നമ്മുടെ കയ്യിലുള്ള അസറ്റിനെ മൊത്തം വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ലൈബിലിറ്റീസ്, ബാധ്യതകൾ അടച്ചു തീർക്കാൻ പോവാണ്. അതിനടുത്തത് കാണിക്കാൻ പോകുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാൽ വീണ്ടും നമ്മൾ ഈ എഴുതിയ ആൻസറിൽ നിന്ന് തന്നെ, ഈ ബോക്സിൽ നിന്ന് തന്നെ നോക്കാം. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ഇതിനെടുത്ത് ഓപ്പോസിറ്റ് എഴുതാം. അതായത് ഈ ലൈബിലിറ്റീസിന് ഇങ്ങോട്ടും ഡെബിറ്റ് സൈഡിലോട്ടും, ഈ അസറ്റിനെ വീണ്ടും എവിടേക്ക് എഴുതാം, ക്രെഡിറ്റ് സൈഡിലോട്ടും എഴുതാം. ഇങ്ങനെയാണ് ചെയ്യാൻ പോണേ. ഓക്കെ, അങ്ങനെ ഓപ്പോസിറ്റ് എടുത്ത് എഴുതുമ്പോ എന്ത് ചെയ്യാ, ഈ പേര് നമ്മൾ ഒരു ഫോർ എക്സാമ്പിൾ വരട്ടെ, ഇവിടെ ഇപ്പൊ ഈ ക്രെഡിറ്റേഴ്സ്, ഉദാഹരണത്തിന് നോക്കാം, ഈ ക്രെഡിറ്റേഴ്സ് അല്ലേ, ഈ ക്രെഡിറ്റേഴ്സ് ഇത് ഇങ്ങോട്ടല്ലേ എടുത്ത് എഴുതാം. ഇങ്ങോട്ട് എടുത്ത് എഴുതുമ്പോൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നേരിട്ട് എഴുതാൻ പാടില്ല, പകരം എന്ത് എഴുതണം, അതിനാണ് ഇവിടെ അവർ എന്ത് തന്നേക്കുന്നത്, ഇവിടെ ബ്രാക്കറ്റിൽ കണ്ടില്ലേ ക്യാഷ് തന്നേക്കണേ. ക്യാഷ് എന്ന് പറഞ്ഞിട്ട് വേണം എന്ത് എഴുതാൻ, കണ്ടില്ലേ ഇവിടെ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് വേണം ബ്രാക്കറ്റിൽ എന്ത് എഴുതാൻ, ക്രെഡിറ്റേഴ്സ്. ആദ്യം ഇത് തന്നെ എഴുതാം, ക്രെഡിറ്റേഴ്സ്. എത്ര എഴുതണം, ഈ 50,000 എഴുതാൻ പാടില്ല, ഈ എമൗണ്ട് എഴുതി തെറ്റും. കാരണം എന്താ, ക്വസ്റ്റ്യൻ എടുത്തേ, ക്വസ്റ്റ്യനിൽ ക്രെഡിറ്റേഴ്സ് എത്ര രൂപയ്ക്ക് സെറ്റിൽ ചെയ്യണം എന്ന് പറയണേ, ലാസ്റ്റത്തെ പോയിന്റ് നോക്കി, ക്രെഡിറ്റേഴ്സിന് അവരുടെ കണക്കുകൾ തീർപ്പാക്കാനായിട്ട് എത്ര, 42,000 രൂപ നൽകി. അപ്പൊ ഈ 42,000 രൂപ നൽകി, അപ്പൊ ക്രെഡിറ്റേഴ്സിന് അത്ര മതി, 50,000 വേണ്ട. അത് 50,000 ക്രെഡിറ്റേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ ലാസ്റ്റ് ക്രെഡിറ്റേഴ്സ് പറഞ്ഞത്ര 42,000 രൂപ മതി. സോ അതുകൊണ്ടാണ് നമ്മൾ ഒരു 42,000 രൂപ കൊടുത്തിട്ട് ഒതുക്കിയത്. ഓക്കെ, ആ 42,000 വേണം എന്ത് ഇവിടെ എഴുതാനായിട്ട്, അതാണ് ഈ 42,000. ഓക്കെ, അടുത്തത് പിന്നെന്താ പറയുക, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എത്ര, 10,000 അല്ലെ. അതിനെ കുറിച്ച് എന്തെങ്കിലും ഇവിടെ പറഞ്ഞിട്ടുണ്ടോ നോക്കിയാൽ ഇല്ല. ഇത് റിയലൈസേഷൻ ചെലവാണ്. പിന്നെ ഇത് അസറ്റ്സിനെ കുറിച്ചാണ് പറയണേ, ഇൻവെസ്റ്റ്മെന്റ് ആണ്, വേറെ ഒന്നും പറയുന്നില്ല. സോ അതിനർത്ഥം അത് ഒരു ചേഞ്ചും ഇല്ല. എന്ത് ചെയ്യണം, അത് അതുപോലെ തന്നെ എഴുതാം. ക്യാഷ് എന്ന് എഴുതണം, ബ്രാക്കറ്റിൽ ഓവർ ഡ്രാഫ്റ്റ്, എന്നിട്ട് എന്ത് ചെയ്യാം, 10,000 തന്നെ എന്ത് ചെയ്യാം, ഇപ്പുറത്തേക്ക് എടുത്ത് എഴുതാം, 10,000. ഓക്കെ, ഇനി എന്തുകൂടെ വരും, ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, റിയലൈസേഷൻ എക്സ്പെൻസ് ഉണ്ട്, ചെലവാണ് അല്ലെ. നമ്മളിപ്പോ ഇവിടെ എഴുതുന്നത് എന്താ, നമ്മുടെ ചെലവുകളല്ലേ, ബാധ്യതകളല്ലേ ഇവിടെ എഴുതണേ. നമ്മുടെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ബാധ്യത, ക്രെഡിറ്റേഴ്സ് ബാധ്യത, എക്സ്പെൻസ് നമ്മുടെ ബാധ്യത അല്ലേ. സോ അതുകൊണ്ട് അത് എക്സ്ട്രാ ഒരെണ്ണം കയറി വരും ഇവിടെ, അത് എടുത്ത് എഴുതണം, ക്യാഷ് എന്നിട്ട് ബ്രാക്കറ്റിൽ എക്സ്പെൻസ് ഓൺ റിയലൈസേഷൻ, ചെലവ്. ഓക്കെ, എത്ര ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 2,000 രൂപ എന്നുള്ളത്, ഈ 2,000 രൂപ എഴുതാം, ഇതാണ് 2,000. ഓക്കെ, അപ്പൊ ഈ സൈഡ് നമ്മുടെ ലയബിലിറ്റീസ് എത്രയൊക്കെയാണ് നമ്മൾ കാണിച്ചു. ഇനി എന്ത് ചെയ്യണം, അസറ്റ്സ് ആദ്യം തന്നെ നമ്മൾ അസറ്റ് ആണ് കാണിക്കേണ്ടത്, കാരണം അസറ്റ് വിറ്റതാണല്ലോ ഇപ്പുറത്തോട്ട് കാട്ടേണ്ടത്. ഓരോ അസറ്റ് എടുത്ത് കാട്ടേണ്ട ആവശ്യമില്ല, പകരം എന്താ ഒരു ഒറ്റ ബാങ്ക് എന്ന് പറഞ്ഞാൽ കാണിച്ചേക്കണേ. ഓക്കെ, അസറ്റ് വിറ്റിട്ട് ബാങ്കിലേക്ക് പൈസ വന്നു പോലെ കാണിക്കാം നിങ്ങൾക്ക്. സോ എന്താ ചെയ്യാ, ബാങ്ക് എന്ന് കൊടുക്കാം, എന്നിട്ട് ബ്രാക്കറ്റിൽ വേണമെങ്കിൽ എന്താ എഴുതാം, അസറ്റ്സ് എഴുതാം. ഓക്കെ, ഈ അസറ്റ്സ് എഴുതാം. എന്നിട്ട് അവരെ ആൻസർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, കണ്ടില്ലേ ഇവിടെ 1,33,000 ഇത് എങ്ങനെ കിട്ടിയെന്ന് അറിയോ, അസറ്റ് വിറ്റ് കിട്ടിയ പൈസയാണ്. അസറ്റ് വിറ്റ് കിട്ടിയെന്ന് പറയുമ്പോൾ ക്വസ്റ്റിനോട്ട് പോയി കണ്ടില്ലേ, മറ്റ് ആസ്തികൾ വിറ്റ തുകകൾ എത്രയാണ്, 16,000, 27,000, 38,000, 52,000. ഈ സ്റ്റോക്ക്, ഡെപ്റ്റർ, ഫർണിച്ചർ, മെഷീനറി ഇതൊക്കെ അവർക്ക് വിറ്റ് കിട്ടിയ പൈസയാണ്, അവർ പുതിയ പൈസയാണ് തന്നേക്കണം. അത് മൊത്തം കൂട്ടുമ്പോൾ ആ പൈസ കിട്ടും, 16,000 കൂട്ടാ പ്ലസ് 27,000, 38,000 പ്ലസ് 52,000 കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും, 1,33,000 കിട്ടും. അതായത് നിങ്ങളുടെ അസറ്റുകൾ മൊത്തം വിറ്റപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ പൈസയാണ് ഇത്. സോ അസറ്റ് വിറ്റ് കിട്ടിയ പൈസയാണ് ഇവിടെ കാണിക്കേണ്ടത്, മൊത്തം തുക. ബാങ്ക് എന്നുണ്ട് ബ്രാക്കറ്റിൽ എന്ത് ചെയ്യുക, അസറ്റിന് കൊടുക്കാം, എന്നിട്ട് എന്ത് ചെയ്യാം, മൊത്തം ടോട്ടൽ ചെയ്തിട്ട് ആ തുക എഴുതാം, 1,33,000. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങൾ എഴുതാം. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, എന്തുണ്ട് ഇവിടെ എന്ത് പറയുന്നത്, അപ്പൊ നമ്മളിപ്പോ ഈ പോയിന്റ് ഒക്കെ എഴുതി, ഇത് എഴുതി, ഈ പോയിന്റ് എഴുതി അല്ലെ, റിയലൈസേഷൻ ചെലവ് എഴുതി, ഈ 42,000 ക്രെഡിറ്റർ എഴുതി. ഇവിടെ ഒരു കാര്യം എടുക്കുന്നില്ല, എന്താ പറയണേ, ഇൻവെസ്റ്റ്മെന്റ് 13,000 രൂപയ്ക്ക് ഹരി ഏറ്റെടുക്കുന്നു അല്ലെ. ഹരി ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞു, ഇൻവെസ്റ്റ്മെന്റ് ഹരിയാണ് കൊണ്ടുപോകണേ. അപ്പൊ അതവിടെ കാണിക്കണം, സെപ്പറേറ്റ് കാണിക്കണം. ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ അസറ്റും കൂടിയല്ലേ, അപ്പൊ ആ അസറ്റ് ആരെടുത്തു, ഹരി ഏറ്റെടുത്തു. എത്ര രൂപയ്ക്ക്, 13,000. അപ്പൊ ഹരി ആ പൈസ തന്നിട്ടുണ്ടാവില്ലേ അല്ലെ, ഹരി ആ പൈസ തന്നിട്ടാണല്ലോ ഇൻവെസ്റ്റ്മെന്റ് ഹരി ഏറ്റെടുത്തത്. സോ അതവിടെ കാണിക്കണം, അത് സെപ്പറേറ്റ്. അത് ഈ അസറ്റിന്റെ ഒപ്പം നമ്മൾ കൂട്ടിയിട്ടില്ല. ഈ അസറ്റിൽ എത്ര എമൗണ്ട് ഉള്ളോ, ഈ തന്ന സ്റ്റോക്ക്, ഡെപ്റ്റർ, ഫർണിച്ചർ, മെഷീനറി എന്ന് പറഞ്ഞ എമൗണ്ട് ഉള്ളൂ. ഓക്കെ, അത് നമ്മൾ കൂട്ടിയിട്ടില്ല. അപ്പൊ അതാണ് 1,33,000. പക്ഷെ സെപ്പറേറ്റ് പറഞ്ഞാണ് എന്ത്, ഈ ഇൻവെസ്റ്റ്മെന്റ് 13,000 എന്ന് പറയുന്നത്. ആ 13,000 നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ
സെപ്പറേറ്റ് എന്ത് കാണിക്കണം? ഹരീസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് വേണം കാണിക്കാൻ ആ 13,000. കാരണം ഹരി എടുത്തുകൊണ്ട് പോകുന്ന കാരണം. അങ്ങനെ എന്തെങ്കിലും അസറ്റ് പാർട്ണർ എടുത്തു കൊണ്ടുപോകാന്ന് പറയുകയാണെങ്കിൽ അത് സെപ്പറേറ്റ് എങ്ങനെ കാണിക്കണം? ഈ പറയുന്ന റിയലൈസേഷൻ അക്കൗണ്ടിൽ കാണിക്കണം 13,000. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുത്തു. നമ്മുടെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഓക്കെ ആയി. നമുക്ക് ടാലി ചെയ്യാം. ടാലി ചെയ്യാൻ മീൻസ് രണ്ട് ഭാഗത്തും ഏത് ഭാഗമാണ് കൂടുതൽ കൂട്ടി വെക്കാം. കൂട്ടി വെക്കുമ്പോൾ മനസ്സിലാവും ട്ടോ. ഇവിടെ കൂടുതലുള്ള ഭാഗം ഡെബിറ്റ് സൈഡ് ആണ്. അതിന്റെ അർത്ഥം എന്താ? ഡെബിറ്റ് സൈഡ് കൂടിയ എന്താണ്? ലോസ് ആണ്. കൂട്ടി നോക്കിയാൽ മനസ്സിലാവും. ഈ സൈഡ് കൂട്ടുമ്പോൾ നമുക്ക് 2,09,000 കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് 2,09,000 കിട്ടുന്നുണ്ട് ഡെബിറ്റ് സൈഡ് കൂട്ടുമ്പോൾ. ഓക്കെ. ബട്ട് ക്രെഡിറ്റ് സൈഡ് കൂട്ടുമ്പോൾ നമുക്ക് ആകെ 2,06,000 കിട്ടുന്നുള്ളൂ. അപ്പൊ ഏത് സൈഡ് കൂടുതൽ? ഡെബിറ്റ് സൈഡ്. സോ അതിനർത്ഥം ലോസ് ആണ് നമുക്ക്. ഓക്കെ. അപ്പൊ 2,09,000 രണ്ട് ഭാഗത്തേക്ക് എടുത്ത് എഴുതാം. ഈ 2,09,000 നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 2,06,000 കുറയ്ക്കണം അല്ലെ? അപ്പൊ 2,06,000 മീൻസ് ഇവിടം വരെ. ഇത് നമ്മളിപ്പോ ബാലൻസ് ആക്കിയിട്ട് എഴുതിയതാണ് ഈ ഭാഗം. ഓക്കെ. ഈ അടിയിലത്തെ ഈ രണ്ട് ഭാഗങ്ങൾ. ഓക്കെ. അപ്പൊ നമുക്ക് 2,09,000 നിന്ന് 2,06,000 കുറയ്ക്കുമ്പോൾ 3,000 ആണ് നമുക്ക് ബാലൻസ് കിട്ടുക. ആ ബാലൻസ് ഇവരുടെ റേഷ്യോ അല്ലെ? എത്ര റേഷ്യോ വരുന്നത് ഇവരുടെ റേഷ്യോ? ക്വസ്റ്റിനോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും റേഷ്യോ എത്രയാണ്? 3:2. ആ 3:2 ഡിവൈഡ് ചെയ്യുക 3:2 ഓരോരുത്തർക്ക്. അപ്പൊ ആ ലോസ് ഡിവൈഡ് ചെയ്ത് കാണിക്കാം. 1,800 ഹരീസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടും 1,200 ബാക്കി സുരേഷ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? റിയലൈസേഷൻ അക്കൗണ്ടിൽ കാണിക്കാം. നെക്സ്റ്റ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് പറയുന്നത്. സോ ക്യാപിറ്റൽ അക്കൗണ്ട് പർട്ടിക്കുലേഴ്സ് ഹരി സുരേഷിലെ രണ്ടുപേരുടെയും പറയാലോ. ഫോർമാറ്റ് ഞാൻ ഇനി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഫോർമാറ്റ് അത് തന്നെയാണ്. ഫസ്റ്റ് എല്ലാത്തിലെ പോലെ തന്നെ ഫസ്റ്റ് എഴുതേണ്ട ബാലൻസ് ബ്രോ ഡൗൺ ആണ്. ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറയുമ്പോൾ എന്താ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അല്ലെ? ക്വസ്റ്റ്യൻ അവരുടെ ബാലൻസ് ബ്രോ ഡൗൺ ഹരിയുടെ 50,000 സുരേഷിന്റെ 40,000. സോ അതെന്ത് ചെയ്യാം? രണ്ട് ഭാഗത്തേക്ക് എടുത്ത് എഴുതാം. അതുപോലെ തന്നെ ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. റിസർവ് എന്തെങ്കിലും ഉണ്ടോ? റിസർവ് ഉണ്ടെങ്കിൽ അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ. അത് ഇവിടെയാണ് കാണിക്കുക. ഞാൻ അത് റിയലൈസേഷൻ അക്കൗണ്ടിൽ കാണിക്കണ്ടെന്ന് പറഞ്ഞു. ബട്ട് നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ കാണിക്കും 15,000. ആ 15,000 എങ്ങനെ ഡിവൈഡ് ചെയ്യാം? 3:2 അറിയാലോ. 15,000 3:2 ഡിവൈഡ് ചെയ്തിട്ട് 9,000 ഹരിക്കും 6,000 സുരേഷിനും ഡിവൈഡ് ചെയ്യുക 3:2. ഇനി പിന്നെ എന്തൊക്കെയുണ്ട്? വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഇവിടെ കൊടുക്കാനായിട്ട്? വേറെ ഒന്നുമില്ല. എല്ലാം കൊടുത്തു. റിസർവ് കൊടുത്തു കഴിഞ്ഞു. ഇനി വേറെ ഒന്നും ഇതിൽ പറയണില്ല. ഇനി എവിടെ കാണിക്കേണ്ടത് നമുക്ക്? നമുക്ക് ഇനി കാണിക്കേണ്ടത് എവിടെയാ? നമുക്ക് നോക്കി തൊട്ട് മുന്നേ നമുക്ക് എന്ത് കിട്ടി? ലോസ് അല്ലേ? ലോസ് ആണല്ലോ. സോ പ്രോഫിറ്റ് ആയിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ വീണ്ടും കാണിച്ചേനെ. റിയലൈസേഷൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചേനെ. ബട്ട് പ്രോഫിറ്റ് അല്ല. നമുക്ക് എന്താ? ലോസ് ആണ് കിട്ടിയത്. സോ ലോസ് ആയതുകൊണ്ട് നമ്മൾ എവിടെ എഴുതാ? ഇപ്പുറത്തോട്ട് ഡെബിറ്റ് സൈഡിലാണ് ലോസ് എഴുതാ. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. റിയലൈസേഷൻ കണ്ടില്ലേ? റിയലൈസേഷൻ ഇതല്ല, ഇതാണ് ലോസിന്റെ കാണിച്ചേക്കുന്നത്. റിയലൈസേഷൻ ലോസ് എന്ന് കൊടുക്കുക നിങ്ങൾ. റിയലൈസേഷൻ ലോസ് എന്ന് പറഞ്ഞിട്ട് ആ 3:2 നമ്മളിവിടെ ഡിവൈഡ് ചെയ്തില്ലേ? തൊട്ട് മുന്നേ എത്രയാ? 1,800 അല്ല 1,800 1,800 ഹരിയുടെയും 1,200 സുരേഷിനും കൂടിയും കാണിക്കാം. പിന്നെ ഒരു കാര്യം കൂടി കാണിക്കാം. ഇവിടെ പങ്കാളി ഹരി എന്ന് പറഞ്ഞ പങ്കാളി ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട് അല്ലെ? ഇൻവെസ്റ്റ്മെന്റ് 13,000 രൂപയ്ക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിച്ചോ, റിയലൈസേഷന് വരാണെങ്കിൽ ഡിസൊല്യൂഷന്റെ കേസിലാണെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇതുപോലെ ക്വസ്റ്റ്യനിൽ പറയാണ് ഒരു പങ്കാളി സ്ഥാപനത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആസ്തി കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ പങ്കാളിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ വേണം അത് രേഖപ്പെടുത്താൻ. ശ്രദ്ധിച്ചു വെച്ചോ. എവിടെയെങ്കിലും പോയിന്റ് ആക്കി ഇപ്പൊ തന്നെ എഴുതി വെച്ചോ. ഈ പങ്കാളിയുടെ അടച്ചുപൂട്ടലിന്റെ സമയത്ത് സ്ഥാപനം അടച്ചുപൂട്ടലിന്റെ സമയത്ത് ഈ പറയുന്ന ക്യാപിറ്റൽ അക്കൗണ്ടിൽ പങ്കാളിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ പങ്കാളി ഏതെങ്കിലും തരത്തിലുള്ള ആസ്തി കൊണ്ടുപോയി എന്ന് പറയുകയാണെങ്കിൽ പങ്കാളി ഏറ്റെടുത്തു എന്ന് പറയുകയാണെങ്കിൽ ആ പറയുന്ന ആസ്തി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വേണം റെക്കോർഡ് ചെയ്യാൻ. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യുക? റിയലൈസേഷൻ എന്നിട്ട് റെക്കോർഡ് ചെയ്യണം. റിയലൈസേഷൻ എന്നിട്ട് ആരെ കൊണ്ടുകൂടെ? ആ പങ്കാളിയുടെ എമൗണ്ട് കോളത്തിൽ എത്രയാ? ഹരിയെ കൊണ്ടുകൂടെ 13,000. കണ്ടില്ലേ? ആ 13,000 ഹരിയുടെ കോളത്തിൽ കൊടുക്കാം. ഇനി പിന്നെ ഇത്രയും കാര്യങ്ങൾ കൊടുത്തു. ഇനി വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. ഇത്രയും തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് എക്സാമിന് വരുള്ളൂ. ഓക്കെ. വേറെ ഒന്നും പറയുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം അല്ലെ? സോ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ബാലൻസ് ചെയ്യാം. നമുക്കറിയാം ഏറ്റവും കൂടുതൽ 50,000 പ്ലസ് 9,000 59,000 46,000. അത് തന്നെ രണ്ട് ഭാഗത്തേക്ക് എടുത്ത് എഴുതാം. 59,000 46,000. ഈ 59,000 നിന്ന് എന്ത് കുറയ്ക്കണം? ഹരിയുടെ 13,000 കുറയ്ക്കണം. 1,800 കുറയ്ക്കണം. ഓക്കെ. 13,000 മൈനസ് 1,800 ഹരിയുടെ ഭാഗം. അപ്പൊ 44,200 ഹരിക്കും സുരേഷിന്റെ കുറയ്ക്കുമ്പോൾ 44,800 സുരേഷിനും. അത് ബാലൻസ് ക്യാരി ഡൗൺ എന്നല്ല കൊടുക്കേണ്ട, ക്യാഷ്. ഈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് വേണം കൊടുക്കാൻ. മറക്കരുത്. കാരണം നമ്മൾ അടുത്തത് ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണേ. അതുകൊണ്ട് ഇവിടെ ബാലൻസ് ക്യാരി ഡൗൺ കൊടുക്കരുത്, ക്യാഷ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കേണ്ടത്. ഓക്കെ. ഇതാണ് നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ആയിട്ട് വരുന്നത്. അടുത്തത് ലാസ്റ്റ് ആണ് ക്യാഷ് അക്കൗണ്ട്. നമ്മൾ ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോവാണ്. സോ
ക്യാഷ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് എന്താ തന്നെ പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. ഫസ്റ്റ് നമ്മൾ ക്യാഷ് അക്കൗണ്ട് എന്താ അസറ്റ് ആണ് അല്ലെ? അസറ്റിന് എന്ത് ബാലൻസാ? അതായത് അസറ്റിന് സാധാരണ നമ്മൾ എന്ത് ബാലൻസ് പറയാ? ഡെബിറ്റ് ബാലൻസ് എന്ന് പറയാ. അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ആണല്ലോ. സോ അതുകൊണ്ട് തന്നെ ഡെബിറ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ ആദ്യം തുടങ്ങേണ്ടത്. ഓക്കെ, എന്താണ് ബാലൻസ് ബ്രോഡ് ഡൗൺ തുടങ്ങുക? അതായത് ക്യാഷ് മുന്നിൽ ആദ്യം കയ്യിലുണ്ടായിരുന്ന ക്യാഷ് അതെങ്ങനെ അറിയാ? ക്വസ്റ്റ്യനിലത്തെ ക്യാഷ്, ഈ ക്യാഷ് ഇത് നമ്മൾ റിയലൈസേഷനിൽ എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ? അത് എവിടെയാണ് കാണിക്കേണ്ടത്? ക്യാഷ് അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്. അതുകൊണ്ടാണ് റിയലൈസേഷനിൽ കാണിക്കേണ്ടതെന്ന് പറഞ്ഞത്. ഓക്കെ, ഈ ക്യാഷ് 10,000 എവിടെ കാണിക്കണം? തുടങ്ങുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ബാലൻസ് ബ്രോഡ് ഡൗൺ 10,000. ഓക്കെ, പിന്നെ നമ്മുടെ സ്ഥാപനത്തിന്റെ കയ്യിലുള്ളത് അല്ലെങ്കിൽ സ്ഥാപനത്തിന് വിറ്റ് കിട്ടുന്നത് അതൊക്കെയാണ് എവിടെ എഴുതേണ്ടത്? ഈ പറഞ്ഞ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ടത്. അതുപോലെ സ്ഥാപനത്തിന് പോണത് നഷ്ടമായിട്ടുള്ള കാര്യങ്ങളാണ് ക്രെഡിറ്റ് സൈഡിൽ എഴുതേണ്ടത്. അപ്പോ സ്ഥാപനത്തിന്റെ കയ്യിലുള്ള കാര്യമല്ല 10,000 കിട്ടണത്, കയ്യിലുള്ള കാര്യമാണല്ലോ. പിന്നെ കിട്ടുന്നത് എന്തായിരിക്കും? അസറ്റ് വിറ്റിട്ട് കിട്ടുന്നില്ലേ പൈസ? ഇല്ലേ? അസറ്റ് വിറ്റിട്ട് ഞാൻ പറഞ്ഞില്ലേ ഏതൊക്കെ അസറ്റ്? സ്റ്റോക്ക്, ഡെപ്റ്റർ, ഫർണിച്ചർ, മെഷീനറി ഇതൊക്കെ വിറ്റിട്ട് എത്ര കിട്ടുന്നുണ്ട്? 1,30,000 കിട്ടുന്ന കാര്യമല്ലേ? സോ അത് എവിടെ എഴുതണം? ഡെബിറ്റ് സൈഡിൽ എഴുതണം. എങ്ങനെ? റിയലൈസേഷൻ കൊണ്ട് എത്ര എഴുതാം? 1,33,000 എഴുതാം. അപ്പൊ കിട്ടുന്ന കാര്യമൊക്കെ ഈക്വൽ ആയി ഇല്ലേ? ഇനി ക്രെഡിറ്റ് സൈഡിൽ എന്താ എഴുതേണ്ടത്? പോകുന്ന കാര്യങ്ങൾ അല്ലെ? അതായത് ഒരു എക്സ്പെൻസ് ഉണ്ട്, റിയലൈസേഷൻ എക്സ്പെൻസ് എത്ര വരുന്നുണ്ട്? ഒരു 2,000 രൂപയുടെ എക്സ്പെൻസ് വരുന്നുണ്ട് അല്ലെ? സ്ഥാപനം കൊടുക്കുന്നത്. അതായത് ഒന്നും പറയുന്നില്ലെങ്കിൽ സ്ഥാപനമാണ് കൊടുക്കുന്നത്. ഓക്കെ, പ്രത്യേകം എടുത്ത് പറയുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഇവിടെ സ്ഥാപനമാണ് കൊടുക്കേണ്ടത്. സോ റിയലൈസേഷൻ എന്നിട്ട് 2,000 എവിടെ എഴുതണം? ക്രെഡിറ്റ് സൈഡിൽ. ഓക്കെ, പിന്നെ പിന്നെ എന്താ എഴുതേണ്ടത്? ക്രെഡിറ്റേഴ്സ് വരുന്നില്ലേ അല്ലെ? നമ്മുടെ ലയബിലിറ്റി ആണല്ലോ. ലയബിലിറ്റീസ് ഒക്കെയാണ് ഇവിടെ എഴുതേണ്ടത്, ക്രെഡിറ്റ് സൈഡിൽ എഴുതേണ്ടത്. റിയലൈസേഷൻ ക്രെഡിറ്റേഴ്സ് എത്ര? 42,000. ഓക്കെ, പിന്നെ പിന്നെന്താ എഴുതേണ്ടത്? അടുത്തത് ശ്രദ്ധിക്കാം. അടുത്തത് നമുക്ക് എഴുതേണ്ടത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഒരെണ്ണം വരുന്നുണ്ട് അല്ലെ? അതും നമ്മുടെ എന്താണ്? നമ്മുടെ ലൈബിലിറ്റി ആണല്ലോ. അതും റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതാം. അതും നമ്മുടെ ലൈബിലിറ്റി ആയതുകൊണ്ട് ലൈബിലിറ്റീസ് ഇവിടെ എഴുതണം 10,000. പിന്നെന്താ? ഈ ക്യാപിറ്റൽ തൊട്ട് മുന്നിൽ നമ്മൾ റിയലൈസേഷൻ അല്ലെ ക്യാപിറ്റൽ അക്കൗണ്ട് പിടിച്ചില്ലേ? അതിന്റെ ബാലൻസ് ഇല്ലേ? 44,200, 44,800. ഇത് സ്ഥാപനം അടച്ചുപൂട്ടാൻ പോവല്ലേ? അപ്പൊ സ്ഥാപനം എന്തായാലും ആർക്ക് കൊടുക്കണം? പങ്കാളികൾക്ക് കൊടുക്കേണ്ട ബാലൻസ് അല്ലേ ഇപ്പൊ കണ്ടുപിടിച്ചത്. പക്ഷെ അവർക്ക് കൊടുക്കണ്ടേ? അപ്പൊ കൊടുക്കേണ്ടതായതുകൊണ്ട് സ്ഥാപനത്തിന്റെ കയ്യിൽ നിന്ന് പോകുന്ന കാര്യമാണ്. അത് ഓരോന്നും ഇടേണ്ട എഴുതാ. ക്യാപിറ്റൽ അക്കൗണ്ട് ഹരി 44,200. പിന്നെ സുരേഷിന്റെ എത്രയാണ്? 44,800. അത് എഴുതാം. ഓക്കെ, രണ്ട് ഭാഗം വരച്ച് നോക്കാം. നമുക്ക് കൂട്ടി നോക്കുമ്പോൾ രണ്ട് ഭാഗത്തും ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് കിട്ടണം. അതായത് 1,43,000, 1,43,000 അതിന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ക്യാഷ് അക്കൗണ്ടിന്റെ കറക്റ്റ് ആണ്. ഇങ്ങനെയാണ് ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ പാർട്ട് 1 വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസർ. ഓക്കെ, നമ്മൾ വരുന്ന 2025 ക്വസ്റ്റ്യന്റെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് പാർട്ട് 1 വരുന്ന ആ ഒരു ചോദ്യങ്ങളാണ്. ഇനി നെക്സ്റ്റത്തെ പാർട്ടിലാണ് പാർട്ട് 2 വരുന്നത്. ഇത്രയും വരെ നമ്മൾ നല്ല രീതിയിൽ കറക്റ്റ് പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫുൾ മാർക്കിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ,